ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പത്തെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പം മുത്തശ്ശി നാനയുടെ അടുത്ത് പറയാണ്, ഈ കല്യാണം ആലോചിച്ചത് മുതൽ എന്തൊക്കെയോ ദോഷങ്ങൾ ഉള്ളതായിട്ട് തോന്നി മോളെ. അതുകൊണ്ടാണ് പുരോഹിതനെ കാണാൻ പോയത്. അദ്ദേഹം പിന്നെ അറുത്ത് മുറിച്ച് ഉള്ളതുപോലെ തന്നെ പറയും. പറയുന്നതൊക്കെ അച്ചട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പം നാന ചോദിക്കുകയാണ്, അനിയോട് ഇത് പറഞ്ഞായിരുന്നോ? ഇല്ല, അവൻ്റെ അമ്മയോട് പറഞ്ഞു. അനിയോട് പറഞ്ഞില്ലെങ്കിൽ പറയണ്ട. മോൾക്കറിയാലോ, അവനൊരു പാവാ. അവനാണെങ്കിൽ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് കൂടിയാ ഞാൻ പുരോഹിതനെ കാണാൻ പോയത്. അപ്പോഴിതാ ഇങ്ങനെ ആവുകയും ചെയ്തു. എനിക്ക് 2 കല്യാണം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ആദ്യം ആരെ കല്യാണം കഴിച്ചാലും അത് നിലനിൽക്കില്ലല്ലോ. അതുതന്നെയാ പുരോഹിതൻ പറഞ്ഞത്. അതിന് പ്രതിവിധിയൊന്നും പറഞ്ഞില്ലേ? തൽക്കാലം ഒന്നും ഇല്ലെന്നാ പറഞ്ഞേ. അപ്പം നാന പറയാ, ഞാനും അമ്മയും ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ പൂജാരിയോട് ചോദിക്കാം, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വശമുണ്ടല്ലോ. ഈ കല്യാണം ആലോചിച്ചപ്പോൾ മുതൽ അനി മുഖം തിരിഞ്ഞ് നിൽക്കാൻ മോളെ. 2 കല്യാണമുള്ളവർ തുടക്കത്തിലേ ഇങ്ങനെയാണെങ്കിൽ ഈ ബന്ധം അധിക നാൾ നിലനിൽക്കില്ല. എന്ന് മാത്രമല്ല, അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നടത്തിയാൽ പിന്നീട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അവൻ നമ്മളെയല്ലേ കുറ്റപ്പെടുത്തുള്ളൂ. അത് പിന്നെ നമുക്ക് വിഷമമല്ലേ മോളെ. മുത്തശ്ശി, കാര്യങ്ങൾ ഇത്രത്തോളമായി. ഇപ്പോൾ തന്നെ ഏതാണ്ട് കല്യാണം വിളിയായി. ഇനി ഒരു പെൺകുട്ടിയെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് തൽക്കാലം ഇത് ആരും അറിയണ്ടെന്ന്. അനിയുടെ മുത്തശ്ശൻ ഇതറിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണമെന്ന് പറയാൻ പറ്റില്ല. വാക്ക് മാറ്റി പറയാത്ത ആളാ. എങ്കിലും പുരോഹിതനെ അദ്ദേഹത്തിന് വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് ഈ വിവരം അറിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. മുത്തശ്ശന് വയ്യാതിരിക്കുമല്ലേ, നമുക്ക് ഈ വിവരം ഇപ്പോൾ മുത്തശ്ശനോട് പറയണ്ട. പിന്നെ നാനയും അമ്മയും ക്ഷേത്രത്തിൽ പോയി. നാന അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് പറയാണ്, എൻ്റെ ദേവി, അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം നടക്കണം. അതിന് ഒരു തടസ്സവും കൂടാതെ നല്ല നിലയിൽ തന്നെ അത് നടക്കണം. അതിന് ഒരു തടസ്സം ഉണ്ടാവില്ലേ. അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ കളയണേ. അതുപോലെ തന്നെ നന്ദുവിനും ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയണേ. പിന്നെ അവിടുത്തെ പൂജാരി നാനക്ക് പ്രസാദം കൊണ്ടു കൊടുത്തു. പ്രസാദം കൊണ്ടുകൊടുത്തതിന് ശേഷം നാന ദക്ഷിണയും കൊടുത്തു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, അമ്മ എവിടെ പോയി മോളെ? അമ്മ ആൽത്തറയിൽ തൊഴാൻ പോയി. അത് വെറും ഒരു ആൽത്തറയല്ല മോളെ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സന്താനം ഉണ്ടാവാൻ അവിടെ പ്രാർത്ഥിക്കുന്നത് നല്ലതാ. കല്യാണം കഴിഞ്ഞ് മോൾക്ക് ഇതുവരെ വിശേഷമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് മോളുടെ കാര്യം പറയാൻ പോയതായിരിക്കും. അല്ല തിരുമേനിയാ അനിയും അനാമികയും തമ്മിലുള്ള ജാതകം ചേരും എന്ന് പറഞ്ഞത്. പക്ഷേ മുത്തശ്ശൻ്റെ സുഹൃത്തായ പുരോഹിതൻ പറഞ്ഞത് അനിക്ക് 2 കല്യാണം ഉണ്ടെന്നാ. അങ്ങനെ ഒരു സംശയം എനിക്കും തോന്നിയിരുന്നു. അതൊരു ദോഷം തന്നെയാ. അതിന് പരിഹാരമൊന്നുമില്ലേ തിരുമേനി? പരിഹാരമൊന്നുമില്ല എന്ന് ചോദിച്ചാൽ വാഴക്കല്യാണം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. അതായത് ഒരാളുടെ ജാതകത്തിൽ 2 കല്യാണം ഉണ്ടെങ്കിൽ ആദ്യം ലക്ഷണമൊത്തൊരു വാഴയിൽ താലി കെട്ടണം. എന്നിട്ട് ആ വാഴ വെട്ടിക്കളയണം. അതോടെ ആദ്യ കല്യാണം കഴിഞ്ഞു. പിന്നീട് ധൈര്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാം. എന്ന് വെച്ചാൽ അനിയുടെ കാര്യത്തിൽ വാഴക്കല്യാണം നടത്തണം അല്ലേ? ഞാനാദ്യം മൂർത്തി സാറും ഭാര്യയും വന്നപ്പോൾ ചില ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞതാ. അത് മാറാനുള്ള പൂജകളൊക്കെ നടത്തി. പക്ഷേ ഇപ്പോൾ പുരോഹിതൻ അങ്ങനെ പറഞ്ഞെന്നറിയുമ്പോൾ അദ്ദേഹം സിദ്ധനല്ലേ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെറ്റാറില്ല. അതുകൊണ്ടാണ് ഞാൻ വാഴക്കല്യാണത്തെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ പിന്നെ മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ അത് നടത്തണം തിരുമേനി. ഈ കാര്യങ്ങൾ ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പറയാം. മുത്തശ്ശൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പൂജയും വഴിപാടൊക്കെ നടത്തിക്കഴിഞ്ഞു. എന്നാൽ പിന്നെ സമയം തീരുമാനിച്ചോളൂ. ഞാൻ മേൽശാന്തിയോട് പറയാം. ശരി തിരുമേനി. പിന്നെ നാന പ്രാർത്ഥിക്കുകയാണ്, അനി നല്ല പയ്യനാ. കല്യാണത്തിന് ശേഷം അവന് വിഷമിക്കാനുള്ളൊരു കാരണം ഉണ്ടാവരുത്. അവനും അനാമികയും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം. പിന്നെ നാന മുകളിലേക്ക് കയറി വരികയാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക്. അപ്പോഴാണ് മുത്തശ്ശി കയ്യിൽ കുഴമ്പിടുന്നത് കണ്ടത്. അപ്പോൾ നാന പറയാണ്, അയ്യോ മുത്തശ്ശി, കുഴമ്പിടണമെങ്കിൽ പോരായിരുന്നോ മുത്തശ്ശി? മോളെ എല്ലാത്തിനും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ മോളെ. ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണോ മുത്തശ്ശി? മുത്തശ്ശനെ വിളിച്ചായിരുന്നോ? വിളിച്ചു, കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ.
ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന് ഞാൻ ജയനോട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ 1-2 ദിവസം കിടക്കുന്നത് നല്ലതാ. പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മുത്തശ്ശൻ അറിഞ്ഞിട്ടില്ലല്ലോ? ആ, അത് പറയാൻ പറ്റുമോ? അതിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനും അമ്മയും അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നില്ലേ? അപ്പോൾ അവിടെ പോയപ്പോൾ പൂജാരി ഒരു പരിഹാരം പറഞ്ഞു തന്നു. അതെന്താ മോളെ? വാഴക്കല്യാണം. ഓ, വാഴക്കല്യാണം. വാഴയിൽ താലി കെട്ടിയിട്ട് അത് വെട്ടിക്കളയുന്ന ചടങ്ങ്. അത് പണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിടത്ത് നടത്തിയിട്ടുണ്ട്. ഞാൻ വാഴക്കല്യാണത്തെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനാ പറയാം. വിവാഹദോഷമുള്ളവർ വാഴക്കല്യാണം നടത്തി ദോഷം ഒഴിവാക്കാറുണ്ട്. എന്നിട്ട് കല്യാണം നടത്തും. മറ്റു ചില ആൾക്കാർ ഇടക്കെട്ട് നടത്താറുണ്ട്. ഇടക്കെട്ടോ? അതെ, പെൺകുട്ടിക്ക് ദോഷമില്ലാത്ത ഒരാളെ കൊണ്ട് ആദ്യം താലി കെട്ടിക്കും. അയാളുമായിട്ട് ഭാര്യ-ഭർത്തൃ ബന്ധമൊന്നും നയിക്കില്ല. വെറും ഒരു താലി കെട്ട്. പിന്നീട് അത് അഴിച്ചു മാറ്റിയിട്ട് യഥാർത്ഥ ആളെ കൊണ്ട് താലി കെട്ടിക്കുന്നതാ ഇടക്കെട്ട് എന്ന് പറയുന്നത്. നമുക്കിവിടെ പൂജാരി പറഞ്ഞതുപോലെ വാഴക്കല്യാണം നടത്തിക്കൂടെ മുത്തശ്ശി? ഉറപ്പായിട്ടും നടത്തണം. പൂജാരിയെ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു പറയാം ഇങ്ങോട്ട് വരാൻ. ഇവിടെ പറമ്പിൽ വാഴയുണ്ടല്ലോ, അതിൽ ലക്ഷണമൊത്തൊരു വാഴ തിരഞ്ഞെടുത്തിട്ട് അതിൽ അനി താലി കെട്ടട്ടെ. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അനി തൽക്കാലം ഇപ്പോൾ അറിയണ്ട. ചെറിയ ദോഷങ്ങളുണ്ട്, അത് മാറാൻ വേണ്ടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെയേ പറയുള്ളൂ. എന്നാൽ പിന്നെ മോൾ എന്നെ ഒന്ന് പിടിച്ചേ. നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് പറ്റിയൊരു വാഴ തിരഞ്ഞെടുക്കാം. അതിനിടയ്ക്ക് പൂജാരിയോട് വരാനും പറയാം. ശരി മുത്തശ്ശി. വാ, പതുക്കെ. അങ്ങനെ വാഴ പൂജാരി ഏകദേശം ഒരുക്കി വെച്ച് പൂജകളൊക്കെ നടത്തുകയാണ്. അപ്പോൾ അവിടെ പലരും വരികയാണ്. അതായത് ദേവയാനിയോ ജലജയോ ഒക്കെ വരികയാണ്. അപ്പോൾ ജലജ അവിടെ വെച്ച് ചോദിക്കുകയാണ് ദേവയാനിയോട്, വാഴക്കല്യാണം നടത്തിയാൽ ദോഷങ്ങൾ തീരുമോ ഏട്ടത്തി? അറിയില്ല, ചിലപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിലും ഇതുപോലെ 2 വിവാഹത്തിൻ്റെ സാധ്യത ഉണ്ടാവും. ഇപ്പോൾ 2 വാഴകളെയല്ലേ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ജലജ പറയാ, ഇനിയിപ്പോൾ അവളുമാരെ എങ്ങനെ വെട്ടിക്കളയും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ അനി അമ്മയോട് ചോദിക്കുകയാണ്, ഇത്തരം കോപ്രായത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ അമ്മേ? അങ്ങനെയൊന്നും പറയരുത്. ജ്യോത്സ്യൻ പറഞ്ഞത് ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് നിൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. ഇതാ ഈ താലി വാഴയിൽ മുറുക്കി കെട്ടുക. നവ്യ നയനയോട് പറയാ. അപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പോൾ നയനയും പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ജലജ പറയാണ്, വാഴക്കല്യാണത്തിന് ഫലമുണ്ടോയെന്നൊക്കെ നമുക്ക് പിന്നീട് അറിയാം. പിന്നെ പൂജാരി ചില കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വാഴ വെട്ടുകയും ചെയ്തു. പിന്നെ പൂജാരി പറയാണ്, തൽക്കാലം ദോഷങ്ങളെല്ലാം ഒഴിവായിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനയും വേണം. സ്വയംവര അർച്ചന എല്ലാ മാസവും മുടങ്ങാതെ നടത്തണം, പ്രത്യേകിച്ച് കല്യാണം നടന്ന നാളിൻ്റെ അന്ന്. ശരി തിരുമേനി. അനി കൊടുക്ക്. അങ്ങനെ പൂജാരിക്ക് ദക്ഷിണയും കൊടുത്ത് അനി അവിടെ നിന്ന് പോയി. അപ്പോൾ ദേവയാനി വന്നിട്ട് പറയാണ്, എന്തൊക്കെ ചെയ്തിട്ടും അനിയുടെ മുഖത്തൊരു തെളിച്ചയില്ലല്ലോ ജാനകി. തെളിയത്തില്ല ഏട്ടത്തി. അങ്ങനെ അവൻ്റെ മുഖം തെളിയാതിരിക്കാൻ വേണ്ടി ഇവിടെ ആത്മാർത്ഥമായിട്ട് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വാഴക്കല്യാണം തന്നെ വേണ്ടി വന്നത് ചിലരുടെ മനസ്സിൽ ചില മാലിന്യങ്ങൾ കലർന്നതുകൊണ്ടാണ്. അപ്പോഴാണ് മുത്തശ്ശി ചോദിക്കുന്നത്, നീ ആരെ ഉദ്ദേശിച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പം ജലജ, എന്നെ ഉദ്ദേശിച്ചായിരിക്കും. ഞാനൊന്നും ചെയ്തില്ല ജാനകി. നീ മാത്രമല്ല, ഈ വീട്ടിനകത്ത് നിന്നേക്കാൾ വലിയ കരടുകളും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജാനകി പോയി കഴിഞ്ഞതിന് ശേഷം ജലജ ചിന്തിക്കുകയാണ്, അവൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ഇപ്പം നാനയോട് പഴയതുപോലത്തെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. അടയും ശർക്കരയും തെറ്റിയോ? ദേവയാനി ചോദിക്കുകയാണ് പിന്നെ മുത്തശ്ശിയോട്, അവൾ ആരെ പറ്റിയാണ് അമ്മേ പറഞ്ഞത്? നിങ്ങളെ രണ്ടിനെയും പറ്റിയായിരിക്കും, അല്ലാതെ വേറെ ആരെ പറ്റി പറയാനാ? എന്നെ പറ്റി അവളെന്തിനാ പറയുന്നത്? എൻ്റെ ആദർശിനെ പോലെ തന്നെ ജീവനാ എനിക്ക് അനിയെയും. പിന്നെ അവന് ദോഷമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുമോ? ഞാൻ പറയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓ, ആദർശിനെയും അനിയെയുമാണ് അവൾക്കിഷ്ടം. എൻ്റെ മോൻ പുറമ്പോക്ക്. അവളാണ് ശരിക്കും ഈ വീട്ടിലെ വാഴ. മുത്തശ്ശി പറയാ, മോളെ ഒന്ന് പിടിക്ക്, മുട്ടിനൊക്കെ ഭയങ്കര വേദന. അപ്പം നയന വന്ന് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ നയന മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തൊക്കെ ചെയ്തിട്ടും ഇളയമയുടെ മനസ്സ് മാറുന്നില്ലല്ലോ, വല്ലാത്ത വിധി തന്നെ. അവരെ പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ജലജയോട് പറയാണ്, ഇതുപോലെ ഇവളെ രണ്ടുമാരെയും ഈ വാഴയെപ്പോലെ വെട്ടിക്കളയേണ്ടി വരും ഒരു ദിവസം.
ഇപ്പോഴേ കാര്യങ്ങൾ മറിച്ച ഏട്ടത്തി. അവളുമാരി നമ്മളെ എപ്പോൾ വെട്ടിക്കളയുമെന്നറിയില്ല. പിന്നെ കാണിക്കുന്നത് നന്ദുട്ടനെയാണ്. നന്ദുട്ടൻ അവിടെ കിടന്നിട്ടാണുള്ളത്. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതുവരെ മോള് റെഡിയായില്ലേ? നമുക്ക് പോണ്ടേ മോളെ? എന്തിനാ അച്ഛാ? നാളെ കല്യാണത്തിന് പോയാൽ പോരെ? മോളുടെ അമ്മയും ചേച്ചിമാരും ഒക്കെ മാറി മാറി വിളിച്ചതാ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ അവരൊക്കെ സംശയിക്കില്ലേ? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പോയിട്ട് വാ. അതെന്താ മോളെ അങ്ങനെ? ഞാൻ ചെല്ലുമ്പോൾ ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ മോളെവിടെയെന്ന് ചോദിക്കില്ലേ? മോൾ നേരത്തെ പോയിട്ട് ആരോടും പറയാതെ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അനിയുടെ അമ്മയൊക്കെ ഇപ്പം എന്നെ ശത്രുവിനെ പോലെ കാണുന്നത്. അത് ചിലപ്പോൾ മോളും അനിയും അടുപ്പത്തിലാണെന്ന് അവരറിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അങ്ങനെ. അതൊന്നും നമ്മൾ നോക്കണ്ട. നമുക്കവിടെ പോയി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കാം. പിന്നെ ഇന്നത്തെ ദിവസം ബന്ധുക്കളൊക്കെ വരികയും പോവുകയും ചെയ്യുമല്ലോ. അങ്ങനെയുള്ളപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ ചെയ്തു കൊടുക്കാം. മോള് പെട്ടെന്ന് റെഡിയാവും. നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. നാളെ ഇങ്ങോട്ട് പോരാലോ. മനസ്സിനൊരു സുഖമില്ല അച്ഛാ. അങ്ങനെ സുഖമില്ലെങ്കിൽ അതിനർത്ഥം മോളുടെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ടെന്നാ. എല്ലാവരും തലങ്ങും വിലങ്ങും നിന്ന് സ്നേഹത്തോടെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാ. നമുക്ക് വിധിക്കാത്ത ബന്ധത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കരുത് മോളെ. അതിന് പിന്നാലെ പോവരുത്. ഞാൻ പോകുന്നില്ല അച്ഛാ. പക്ഷേ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്കെന്തോ ഒരു ശ്വാസം മുട്ടല. അതൊക്കെ ഉണ്ടാവും. എല്ലാവരും എല്ലാ ഫംഗ്ഷനിലും പങ്കെടുക്കുന്നത് പൂർണ്ണ മനസ്സോടെയാണോ? നമുക്കിഷ്ടമില്ലാത്തവരൊക്കെ ആൾക്കൂട്ടത്തിലുണ്ടാവും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈ കല്യാണത്തിനോട് വരുന്നതിന് തന്നെ എനിക്ക് താല്പര്യമില്ല. അതെന്തുകൊണ്ടാ? അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള സഹനശക്തി എൻ്റെ മോൾക്കില്ല. എന്നാൽ അവിടെ മോൾ പോയി ചിരിച്ചു കൊണ്ട് നിന്നാലേ ഇപ്പോൾ അനിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മാറിക്കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹിക്കാൻ പോകുന്നത് മോളുടെ ചേച്ചിമാരായിരിക്കും. അനാമിക വന്നു കഴിഞ്ഞാൽ അനിയുടെ അമ്മയും അനാമികയും ഒക്കെ കൂടി അവരെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തില്ലേ? അതൊക്കെ ഒഴിവാക്കുന്നതാ മോളെ നല്ലത്. അതുകൊണ്ട് എൻ്റെ മോള് പെട്ടെന്ന് റെഡിയാവും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിറങ്ങാം. അവിടുന്ന് ആദർശിൻ്റെ മുത്തശ്ശി വീണ്ടും വിളിച്ചിരുന്നു. എന്താ വരാത്തതെന്ന് ചോദിച്ചു. ഇനി പോവാതിരിക്കുന്നത് ശരിയല്ല മോളെ. ഒന്നുമില്ലെങ്കിലും അവിടുത്തെ 2 മരുമക്കളുടെ അച്ഛനും അനിയത്തിയല്ലേ നമ്മൾ. അപ്പോൾ പിന്നെ നമ്മൾ ഒരാഴ്ച മുമ്പേ അവിടെ പോയി നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാ. പിന്നെ അച്ഛനും മകളും കല്യാണ വീട്ടിലെത്തി. അപ്പോൾ ജാനകി പറയാണ്, എങ്കിലും കല്യാണപ്രായമെത്തിയ മക്കളാകുമ്പോൾ അവർക്ക് കല്യാണം കഴിക്കാനുള്ള സമയമായി എന്ന് അച്ഛനമ്മമാർ കണക്കിലെടുക്കണം. അപ്പോഴാണ് നയന ആ വഴിക്ക് വന്നത്. നയന പറയാണ്, അച്ഛനും മോൾ എത്തിയോ? ഞാൻ നന്ദുവിന് കല്യാണപ്രായമായി എന്ന് പറയായിരുന്നു. അപ്പോൾ നയന പറയാണ്, ഇവൾക്ക് പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം മതി ഇളയമേ. കല്യാണം കഴിച്ചതിന് ശേഷം പഠിച്ച് ജോലി സമ്പാദിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അതും പറഞ്ഞ് അവർ ഗൗരവത്തിലങ്ങ് പോയി. നാളെ കല്യാണമല്ലേ? ഇന്ന് നേരത്തെ എത്തണമെന്ന് ആദർശമോൻ്റെ മുത്തശ്ശി പ്രത്യേകം പറഞ്ഞതാ. അത് നല്ല കാര്യമല്ലേ? വയസ്സ് 20 കഴിഞ്ഞില്ലേ നന്ദുവിന്. ഇനിയിപ്പോൾ കല്യാണക്കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കണ്ടേ? ഇപ്പോൾ കല്യാണം വേണ്ടെന്നാ പറഞ്ഞത്. എന്നാലും നല്ല ആലോചന വരുവാണെങ്കിൽ ഞാൻ നടത്തും. കേട്ടല്ലോ പറഞ്ഞതെല്ലാവരും. നാളെ ഞാൻ വരാം എന്നെല്ലാവരോടും ഇതാ പറഞ്ഞത്. അനാമിക എന്തൊക്കെയോ ഇളയമയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവളെ രക്ഷിച്ചത്. എന്നിട്ടും അതിന് ശേഷവും അവൾ എന്തൊക്കെയോ കുത്തിത്തിരിപ്പുകൾ ഇളയമയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം മോളെ. പിന്നെ ബാക്കിയൊക്കെ ദൈവം തീരുമാനിക്കട്ടെ. നിങ്ങൾ 2 മക്കളും കനികയും ഉള്ളപ്പോൾ നമ്മൾ വരാതിരിക്കുന്നത് തെറ്റല്ലേ? അങ്ങനെ വരാതിരുന്നെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തിയേനെ. നേരത്തെ ഇവൾ പറയാതെ പോയതിൻ്റെ പേരിൽ അവരൊക്കെ പരാതി പറയുകയുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ചേച്ചിക്കറിയാലോ. മോളെ, ഒരു ദിവസം ക്ഷമിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞ് നിനക്കങ്ങ് പോകാം. അതുവരെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കണം. നിനക്കറിയാലോ, ഞാനും നിന്നെപ്പോലെ തന്നെ എന്ത് കണ്ടാലും പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ സ്വഭാവം ഒരുപാട് മാറ്റി. ആദർശേട്ടൻ്റെ അമ്മയുടെയും അപ്പച്ചിയുടെയും സംസാരം കേട്ടിട്ട് പലതിനും തിരിച്ചു പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അപ്പച്ചിയോട് പറഞ്ഞാലും അമ്മയോടൊന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പറയാത്തത്. അമ്മ എന്ന് പറയുന്നത് ആദർശേട്ടന് മറ്റാരേക്കാളും മുകളിലാണ്. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പ്രതികരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ തന്നെയാണ് മോളെ വേണ്ടത്. അതുകൊണ്ട് ജീവിതത്തിൽ മോൾക്ക് ഒരു നഷ്ടവും വരില്ല. എന്നാൽ പിന്നെ അച്ഛൻ വാ മോളെ. അങ്ങനെ അവളെയും കൂട്ടി നന്ദുവിനെയും കൂട്ടി നയന അകത്തേക്ക് പോയി. അപ്പോൾ അച്ഛൻ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. അവർ പലതും ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ ഭാഗമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് കാണാം. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.